ക്രിസ്റ്റേട്ടോ കല്യാണത്തിന് പോവാ. നിങ്ങളൊരു 90s കിഡ് ആണെങ്കിൽ ഇപ്പൊ നിങ്ങളെ മൂത്ത് നരയ്ക്കാറായി കാണും. നിങ്ങളുടെ ചുറ്റും രണ്ട് കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നടക്കുന്നുണ്ടാവുക. ഒന്നില്ലെങ്കിൽ ഒരു ഫ്രണ്ട് കല്യാണം കഴിക്കും, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് പ്രസവിക്കും. കല്യാണം, പേരെടുപ്പ്, കല്യാണം. ഈ പിയർ പ്രഷറിനിടയിൽ നരകിച്ച് വീർപ്പുമുട്ടുന്ന ഒരാളാണോ നിങ്ങൾ? എന്നാ ലവ്ലി പീപ്പിളെ, വെൽക്കം ടു മൈ വ്ളോഗ്. 6 മാസം മുമ്പ് കൂട്ടത്തിലൊരുത്തിയുടെ കല്യാണത്തിന് നാട്ടിൽ വന്ന കടം തീർത്തു വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ ഈ പാവം പ്രവാസി. അപ്പോഴേക്കും ഇതാ വേറൊരുത്തിന്റെ കല്യാണം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ പ്രവാസിയുടെ ജീവിതം അത്ര ഈസിയൊന്നുമില്ല. ഇനിയിപ്പോൾ വരണ്ടാന്ന് വിചാരിച്ചാലോ? എല്ലാവരും കൂടെ ഫോട്ടോ ഷെയർ ചെയ്ത് നെസ്റ്റ് ഒടിപ്പിച്ച് നമ്മൾ കരഞ്ഞ് തീരും. അങ്ങനെ എന്തായാലും വരാനായി തീരുമാനിച്ചു. വീണ്ടും കടങ്ങൾ പേറാനായി ഇനിയും ജീവിതം ബാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും എന്റെ കൂട്ടുകാരിയും ഞങ്ങളുടെ കൂട്ടുകാരന്റെ കല്യാണത്തിനായിട്ട് വരികയാണ്. ലണ്ടൻ ഹീത്രോന്ന് ഖത്തർ എയർവേസിൽ രാവിലെ 8:30 ഫ്ലൈറ്റ് ആയിരുന്നു നമ്മുടെ. എന്തോ ഭാഗത്തിന് അതിന്റെ തലേദിവസത്തെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാൻ തോന്നില്ല. അത് 2 to 3 hours ലേറ്റ് ആയിരുന്നു. കുറെ പേർക്ക് കണക്ഷൻ ഫ്ലൈറ്റ് ഒക്കെ മിസ്സായിരുന്നു. ഫ്ലൈറ്റ് കയറി അപ്പോൾ വയറ്റിൻ്റെ ഉള്ളിൽ ഒരു വിളിയാ, ഒന്നും കൂടെ എത്തിയില്ല. ചിക്കൻ സോസേജ്, ഓംലെറ്റ്, ബേക്ഡ് ബീൻസ്, സൂക്കിനി ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഇറ്റ് വാസ് ഗുഡ്. കൂടെ കട്ട് ഫ്രൂട്ട്സ്, ക്വസോൺ, ബെറി യോഗട്ടും. ആൻഡ് അവർ പ്രൊവൈഡ് ചെയ്ത മാംഗോ ജ്യൂസ് വാസ് സോ യം. നിങ്ങൾ ഇനി ഖത്തർ എയർവേസിൽ പോവുകയാണെങ്കിൽ ഡോണ്ട് ടേക്ക് എനി അതർ ഡ്രിങ്ക്സ് ബട്ട് ദ മാംഗോ ജ്യൂസ്. പിന്നെ ഒരു ഉറക്കം കഴിഞ്ഞ് എണീറ്റു എന്ന് പറയാനാണ് എനിക്ക് ആഗ്രഹം. പക്ഷേ ഫുഡ് വന്നപ്പോൾ എണീറ്റു എന്നുള്ളതാണ് സത്യം. നമ്മൾ തന്നെ ഉണ്ടാക്കിയാണ്ട് ചായക്ക് മോശം പറയാനില്ല. പക്ഷേ മിഡ് സ്നാക്ക് തീരെ ഇഷ്ടമായില്ല, കഴിക്കാൻ പോലും പറ്റിയില്ല. കുറച്ചു നേരം സൊറ പറഞ്ഞു, ഉറങ്ങി, സിനിമ കണ്ടു. അപ്പോഴേക്കും ഖത്തറെത്തി. ദോഹയിലെത്തിയപ്പോഴാണ് എവിടെയോ വെച്ച് ഞാൻ മറന്നുപോയ, പക്ഷെ ഞാൻ ഒരുപാട് കാണാൻ ആഗ്രഹിച്ച അവൻ തിരിച്ചു വന്നത്. ജെറ്റ് സ്പ്രേ. ഇങ്ങനെയുള്ള സന്തോഷവേളകളിൽ എന്നിലുള്ളിലെ ഖാദികൻ പുറത്തിറങ്ങും. അല്ല നമ്മൾ ദോഹ ചെന്നപ്പോ വെള്ളം കണ്ടു. കോഴിക്കോട്ടേക്കുള്ള കണക്ഷൻ ഫ്ലൈറ്റും ഖത്തർ എയർവേസ് തന്നെയായിരുന്നു. പക്ഷെ അതിൽ തന്ന ഫുഡ് ചിക്കൻ ഭയങ്കര ഉപ്പായിരുന്നു. നിങ്ങൾ വിചാരിക്കും ദോഹയിൽ ഞാൻ മൂക്കുമുട്ട KFC കഴിച്ചിട്ടാണ് എനിക്ക് ടേസ്റ്റ് തോന്നാൻ. അതൊന്നുമല്ല. പക്ഷെ UK KFC കഴിച്ച് വെറുതെ ഏതൊരു മനുഷ്യനും ലോകത്തിൽ വേറെ എവിടത്തെ KFC കഴിച്ചാലും ഉള്ളിലൊരു സന്തോഷം വരാനുണ്ട്. എന്ത് പറഞ്ഞാലും മീലിന്റെ കൂടെ തന്ന പൈനാപ്പിൾ സാഗോ ഡെസേർട്ട് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. ഒരു ചായയോടെയും കുടിച്ച് ഉറങ്ങി എണീറ്റപ്പോഴേക്കും നമ്മളെ കോഴിക്കോട് എത്തി. ഏർലി മോർണിംഗ് എത്തിയോണ്ട് തന്നെ ഇമിഗ്രേഷൻ ചെക്കൊക്കെ പെട്ടെന്ന് കഴിഞ്ഞ് ബാഗും കിട്ടി. ഹാഫ് ആൻ അവറിൽ നമ്മൾ പുറത്തിറങ്ങി. പപ്പയമ്മയും കറക്റ്റ് സമയത്ത് പിക്ക് ചെയ്യാൻ വന്നോണ്ട് ഞാനൊരു അനാഥയെ പോലെ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. കാറിന്റെ ഡോർ തുറന്ന് വീട്ടിലേക്ക് കാലെടുത്ത് വെച്ചില്ല. അപ്പോഴേക്കും അത് ആ സൈഡിൽ കിടക്കുന്ന പാമ്പിനെ പോലെ എന്റെ തന്തയോണ്ട് പറയല്ല, പാമ്പിന് ഭയങ്കര പേടിയാണ്. മൂപ്പര് കണ്ട ഉടനെ കാർ കയറി വാതിലടച്ചു. എന്നിട്ട് ധീരവനിതയായ എന്റെ ഉമ്മാനെ നോക്കാൻ വിട്ട്. ഞമ്മള് പേടിത്തോണ്ടമാരാണെങ്കിൽ നമ്മളെ പോരാളിനെ നമ്മൾ മുന്നിൽ വിട്ടിക്കണേ. എങ്ങനെ ഇരിക്കണേ ഈ പ്രായത്തിൽ റബ്ബർ പാമ്പോണ്ട് കളിക്കല്ല. അതൊരു തവള. എന്തിനാ ഈ പ്ലാസ്റ്റിക് പാമ്പിനൊക്കെ ഇവിടെ വെച്ചിരിക്കണേ? അതോ പപ്പായമ്മ വെക്കണതാണ്. വീട്ടുകാരെ കുറിച്ചൊരു ചെറിയ ഐഡിയ കിട്ടിയല്ലേ. ഇതൊക്കെയാണ് ഇവരുടെ ഓരോ വികൃതികൾ. ഇനി പറഞ്ഞ ഞാനെങ്ങനെ നന്നാവാനാണ്? വന്ന ഉടനെ ഉമ്മ ഉണ്ടാക്കിയ സൺഡ്രൈ ടൊമാറ്റോ, തേങ്ങ, മാങ്ങ, ചക്ക ഒക്കെ കാണിച്ചു തരും. പിള്ളേരുടെ എല്ലാ കഴിവുകളും നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുകൊണ്ട് ഞാൻ നല്ലോണം പ്രോത്സാഹിപ്പിച്ചു വിട്ടു. പക്ഷെ ഇതിനിടയിലെല്ലാം ആ നെഞ്ചിടിപ്പിക്കുന്ന സത്യം എന്നെ കാത്തിരിക്കുകയായിരുന്നു. നാട്ടിൽ അസഹനീയ ചൂടാണ്, എന്നും കുളിക്കേണ്ടി വരും. ഐ എം ട്രാപ്ഡ്.